Good morning, everyone. Today we are going to learn 9th Standard History, Chapter 8, തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് എന്താണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പ്രവണതകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് അഭിലഷണീയമുണ്ട്, അനഭിലഷണീയമുണ്ട്. ആ പ്രവണതകളെ കുറിച്ച് പഠിച്ചു. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ എന്താണ് എന്നാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ന്യൂനതകളെയാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എങ്ങനെ പരിഷ്കരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മളിവിടെ നോക്കാം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നമുക്ക് അറിയാം, അത് ഏർപ്പെടുത്തി. പിന്നെ അതുപോലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ പരിധി നിശ്ചയിക്കുകയുണ്ടായി. രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി. പിന്നെയുള്ളത് എന്താണ്, തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. നിഷേധ വോട്ട് സമ്പ്രദായം നടപ്പിലാക്കി. ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ ചില പരിഷ്കാര രീതികൾ. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പരിഷ്കാര രീതികൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് എന്താണ് നിഷേധ വോട്ട് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് അതിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആർക്കും വോട്ട് കൊടുക്കുന്നതിന് താല്പര്യമില്ല എന്ന് വെച്ചോ. അപ്പോൾ നമുക്കത് തിരസ്കരിക്കാനുള്ള അവകാശവും ഉണ്ടെന്നാണ് ഈ നിഷേധ വോട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ വോട്ടിംഗ് മെഷീനിൽ, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് അവസാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ്, NOTA, അതായത് നൺ ഓഫ് ദ എബവ് എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ബട്ടൺ അമർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിഷേധ വോട്ട് രേഖപ്പെടുത്താം. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് രേഖപ്പെടുത്താം. ദാറ്റ് ഈസ് കോൾഡ് നിഷേധ വോട്ട്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം. അതായത് നമുക്കറിയാം, നമ്മൾ ഇലക്ഷന് കയറുന്നതിന് മുമ്പേ, അതായത് നമ്മൾ വോട്ടിടാൻ കയറുന്നതിന് മുന്നേ ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ പേരും അവരുടെ ചിഹ്നവും കാണും അല്ലെ. അപ്പൊ ആ ചിത്രം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ സ്ഥാനാർത്ഥികൾക്കെതിരെ, അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്ഥാനാർത്ഥികൾക്കെതിരെ അതേ പേരുള്ള ഒരുപാട് ആളുകൾ വ്യാപകമായതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ തീരുമാനിച്ചത്. അപ്പോൾ അക്ഷരം അറിഞ്ഞൂടാ, അതായത് അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവർക്ക് പോലും ഈ ഒരു മാതൃക കണ്ടെത്തി, അതായത് ആ ചിഹ്നത്തിന് നേരെ, അതായത് അവരാർക്കാണോ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് അവർക്ക് നേരെ വോട്ടവകാശം ശരിയായി രേഖപ്പെടുത്താൻ ഇവർക്കും സാധിക്കും എന്നതാണ് ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം കൊടുത്തതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അടുത്തത് ലെറ്റ് us മൂവ് ഓൺ, തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളും. അതായത് നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നെന്ന് അറിയപ്പെടുന്ന ഏതാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്. എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടി? അതായത് ഒരു പ്രത്യേക ശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതായത് രാഷ്ട്രീയപരമായി പല രീതിയിലുള്ള അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. അതിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, അതായത് ഗവൺമെന്റിനെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്നു, അതുപോലെ പൊതുജനാഭിപ്രായത്തെ രൂപീകരിക്കാൻ സഹായിക്കുന്നു, രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടികൾ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നു, ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പ്രവർത്തിക്കുന്നു, അതുപോലെ വിവിധ നയങ്ങളും പരിപാടികളൊക്കെ മുന്നോട്ട് വെക്കാനും ഈ രാഷ്ട്രീയ പാർട്ടിയൊക്കെ എന്തുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് നോക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട്. അതായത് എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയും. പാർട്ടിയുടെ പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വിഷയങ്ങളിലെ നിലപാടുകളും അതുപോലെ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും പദ്ധതികളും ഉൾപ്പെടുത്തിയ ലഘുലേഖയാണ്. അതായത് നമുക്കറിയാം, ഇപ്പൊ ഒരു പ്രകടന പത്രിക ഉണ്ട്, നമുക്കറിയാം എന്താണ്, ഓരോ രാഷ്ട്രീയ പ്രവർത്തകർ എന്ത് ചെയ്യും, ആ പ്രചാരണത്തിന്റെ ഭാഗമായി ഞാൻ ജയിച്ചാൽ ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിൽ മാറ്റം വരുത്തും, അവിടെ റോഡ് നിർമ്മിക്കും, അല്ലെങ്കിൽ ഇവിടെ ഇന്ന കെട്ടിടം പണിയും, ഇല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കും, അങ്ങനെയൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പേപ്പറാണ്. അതാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് ഓർത്തു വയ്ക്കുക.
അപ്പോൾ അതൊക്കെയാണ്. അടുത്തത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ദേശീയ പാർട്ടിയുണ്ട്, സംസ്ഥാന പാർട്ടിയുണ്ട്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ ദേശീയ പാർട്ടികളും സംസ്ഥാന പ്രാദേശിക പാർട്ടികളും അതുപോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയെയോ സംസ്ഥാന പാർട്ടിയെയോ അംഗീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശീയ പാർട്ടിയെ അംഗീകരിക്കുന്നതിനും സംസ്ഥാന പാർട്ടിയെ അംഗീകരിക്കുന്നതിനും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പൊതുവേ ദേശവ്യാപകമായി പ്രവർത്തിക്കുകയും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടാകുകയും ചെയ്യുന്നവയാണ് ദേശീയ പാർട്ടികൾ എന്ന് പറയുക. അപ്പൊ ദേശീയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? അപ്പോൾ അതാണ് ദേശവ്യാപകമായി പ്രവർത്തിക്കും. ഒരു ദേശത്ത് മാത്രമല്ല, ഒരുപാട് ദേശങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനവും ഉണ്ടാകും. അതിനെയാണ് ദേശീയ പാർട്ടി എന്ന് പറയുന്നത്. എന്നാൽ ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളെയാണ് സംസ്ഥാന പാർട്ടികൾ എന്ന് പറയുന്നത്. അതായത് ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള പാർട്ടിയാണ് നമ്മൾ സംസ്ഥാന പാർട്ടികൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്ത ധാരാളം പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട് അല്ലെ? എന്നാൽ ഇവ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത പാർട്ടികളായതിനാൽ ഇവയെ രജിസ്റ്റേർഡ് പാർട്ടികൾ, അതായത് രജിസ്റ്റർ ചെയ്ത പാർട്ടികളെ രജിസ്റ്റേർഡ് പാർട്ടികൾ എന്ന് അറിയപ്പെടുന്നു. ജസ്റ്റ് ഇതൊക്കെ വായിച്ചു വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ എന്താണ് ദേശീയ പാർട്ടികൾ? ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി നേടിയിരിക്കണം എന്നതാണ് ദേശീയ പാർട്ടിയുടെ നിയമം. ഓക്കെ. കൂടാതെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം. എങ്കിലേ ദേശീയ പാർട്ടിയിൽ അംഗമാവാൻ പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പൊ അത് വായിച്ചു വെക്കുക. സംസ്ഥാന പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായി പരിഗണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പാർട്ടിക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% വോട്ടും 2 സീറ്റും ലഭിച്ചിരിക്കണം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, സംസ്ഥാന പാർട്ടിക്ക് ആകെ പോൾ വോട്ടിന്റെ എത്ര ശതമാനം വോട്ടും എത്ര സീറ്റും ലഭിച്ചിരിക്കണം എന്ന് ചോദിക്കും. ഇപ്പൊ എത്രയാണ്? 6% വോട്ടും 2 സീറ്റും ലഭിച്ചിരിക്കുകയാണെങ്കിൽ അതെന്തോന്നാണ്? സംസ്ഥാന പാർട്ടിയാണ്. ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അതെന്താണ്? ദേശീയ പാർട്ടി എന്നും ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്തത് എന്താണ് മുന്നണി രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും എന്ന് നോക്കാം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനത്തിന്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രധാന മുന്നണികൾ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പേപ്പർ കട്ടിങ്സ് ആണെന്ന് തോന്നുന്നു. അതായത് ഒരു പേപ്പർ കട്ടിങ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കേന്ദ്രത്തിലും പല സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ രൂപീകരിച്ചുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. മുന്നണി രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതായത് എന്താണ് മുന്നണി രാഷ്ട്രീയം? തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ അവരെന്ത് ചെയ്യും? പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർന്ന് മുന്നണി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇതാണ് മുന്നണി രാഷ്ട്രീയം എന്ന് ഓർത്തു വയ്ക്കുക. അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ ചില രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യും? പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ഒന്നേർന്ന് ഒരു മുന്നണി രൂപീകരിച്ച് അങ്ങ് തെരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കും. ഇതിനെയാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്തരം മുന്നണികൾ വിജയിച്ച് എന്ത് ചെയ്യും? അധികാരത്തിൽ വരുമ്പോൾ രൂപീകരിക്കുന്ന സർക്കാരുകളാണ് മുന്നണി സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ മുന്നണി സർക്കാർ എന്ന് പറയുന്നത് എന്താണ്? മുന്നണികൾ വിജയിച്ചിട്ട്, മുന്നണി രാഷ്ട്രീയം വിജയിച്ചിട്ട് അധികാരത്തിൽ വരുമ്പോൾ രൂപീകരിക്കുന്ന സർക്കാരിനെയാണ് മുന്നണി സർക്കാർ എന്ന് പറയുന്നതെന്ന് ഓർത്തു വെക്കുക. അടുത്തത്, നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നണി രാഷ്ട്രീയം കൊണ്ടുവന്നത് പ്രായോഗികമാക്കിയ ഒരു സംസ്ഥാനമാണ് ഏത്? കേരളം എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ മുന്നണി രാഷ്ട്രീയം പ്രായോഗികമാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ കേരളമാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. 1960കളിലാണ് കേരള സംസ്ഥാനത്ത് ആദ്യമായി, അപ്പോൾ എന്നാണ് ആദ്യമായി കേരള സംസ്ഥാനത്ത് മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ്? 1960കളിലാണ് കേരള സംസ്ഥാനത്ത് ആദ്യമായി മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതെന്ന് ഓർത്തു വെക്കുക. അതിനുശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരുകളിൽ ഭൂരിഭാഗവും മുന്നണി സർക്കാരുകളാണ്. ഇന്ന് കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും മുന്നണി സർക്കാരുകളാണ് നിലനിൽക്കുന്നത്. അത് നമുക്കറിയാം അല്ലേ?
അപ്പോൾ 1960 കേരള സംസ്ഥാനത്തിൽ ആദ്യമായി മുന്നണി സർക്കാർ രൂപം കൊണ്ടത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മുന്നണി രാഷ്ട്രീയം പ്രായോഗികമാക്കിയ ഒരു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളമാണ്. അടുത്തത് എന്താണ് തിരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം എന്ന് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ സിഫോളജി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. അതായത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയസാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠന ശാഖയാണ് തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം അല്ലെങ്കിൽ സിഫോളജി എന്ന് പറയുന്നത്. അതായത് ഫലപ്രഖ്യാപനത്തിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയസാധ്യത, അതായത് ഇത്ര ശതമാനമാണ്, ഇത്ര ശതമാനം അവർ മുന്നിലാണ്, ഇത്ര ശതമാനം അവർ പിറകിലാണെന്നൊക്കെ അനൗൺസ് ചെയ്യില്ലേ. അപ്പൊ അതാണ് തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം. ആ ഒരു പഠനശാഖയാണ് സിഫോളജി അല്ലെങ്കിൽ പ്രവചന ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ അഭിപ്രായ സർവേകൾ വരും, മാധ്യമ വിശകലനങ്ങൾ, അഭിമുഖങ്ങൾ, എക്സിറ്റ് പോൾ, മുൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് ഫലങ്ങൾ പ്രവചിക്കാറുള്ളത് എന്ന് ഓർത്തുവെക്കുക. രാഷ്ട്രീയ കക്ഷികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള പൊതുജനാഭിപ്രായം പ്രവചനത്തിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പലപ്പോഴും പൂർണ്ണമായി ശരിയായി കൊള്ളണമെന്നില്ല. പ്രവചനം നടത്തും ചിലപ്പോൾ ഒരാൾ ആദ്യം ഇങ്ങനെ പരാജയപ്പെട്ടു, പുറകിലാണെന്ന് പറഞ്ഞിട്ട് അവസാനം ചിലപ്പോൾ അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്, ജയിക്കുന്നത് അല്ലെ. അപ്പൊ പ്രവചനം നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പ്രത്യേകതകളെന്ന് നോക്കാം. അതായത് ഇതുവരെ വിശകലനം ചെയ്തതിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ഇടവേളകളിൽ നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പ്, അതുപോലെ സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നിവ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് അനുമാനിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഉയർന്ന രാഷ്ട്രീയ അവബോധം, യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും സജീവ രാഷ്ട്രീയ പങ്കാളിത്തവും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. എങ്കിൽ മാത്രമേ ജനാധിപത്യം അർത്ഥവത്താവുകയുള്ളൂ. ഇതെല്ലാം നമ്മൾ മുൻപ് പഠിച്ചതാണ് അല്ലേ. അതായത് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. അവിടെ വായിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തെ അർത്ഥവത്താക്കി നമുക്ക് കൊണ്ടുവരാം എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെയായിരിക്കണം, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം വേണം, കൃത്യമായ ഇടവേളകളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം, അതുപോലെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടെന്നാണ്. ഈ ഘടകങ്ങളൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. അപ്പോ ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ പഠിച്ചു? തെരഞ്ഞെടുപ്പും ജനാധിപത്യവും പഠിച്ചു. എന്താണ് തെരഞ്ഞെടുപ്പ്, ജനാധിപത്യം എന്ന് പഠിച്ചു. അതുപോലെ തെരഞ്ഞെടുപ്പ് രീതികൾ, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിച്ചു, പരോക്ഷ തെരഞ്ഞെടുപ്പ്, പിന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പഠിച്ചു, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പഠിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അവരുടെ ഘടനകൾ, ചുമതലകൾ പഠിച്ചു, തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ന്യൂനതകൾ, പരിഷ്കാരങ്ങൾ പഠിച്ചു, രാഷ്ട്രീയ പാർട്ടികൾ, തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം എന്താണെന്ന് പഠിച്ചു, ദേശീയ പാർട്ടി എന്തെന്ന് പഠിച്ചു, സംസ്ഥാന പാർട്ടി എന്തെന്ന് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽ. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സീ യു ടുമോറോ. ഓക്കെ, താങ്ക് യു.